വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളെ ഫേസ് ടു ഫേസ് വന്നിട്ട് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് വിചാരിച്ചല്ല, പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും കുറേ നാളെ ലോങ് വീഡിയോ എടുത്തിട്ട് എന്നാൽ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാനൊരാഗ്രഹം. വേറൊന്നുമല്ല, ഫുഡൊക്കെ വീട്ടിലുണ്ട്, പക്ഷേ പിസ്സ കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ പിസ്സ കഴിക്കണമെങ്കിൽ പാഴ്സൽ പോയി വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, അവിടെ പോയി കഴിക്കാം, ചൂടോടുകൂടി അവിടെ തന്നെ കഴിക്കാമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചു. അല്ല കഴിഞ്ഞിമിയേ കഴിഞ്ഞി അത് കഴിഞ്ഞി അത് കഴിഞ്ഞി. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ ഓതൻറ്റിക് ആയിട്ടുള്ള പിസ്സ വെച്ചിട്ടുണ്ടെങ്കിൽ 1950 ആ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ, ഇപ്പോഴും ആ റെസ്റ്റോറൻറ്റ് അടിപൊളിയായിട്ട് പോകുന്നതാണ്. അപ്പോൾ അത് അത്ര വർഷം പഴക്കമുള്ളത് കൊണ്ട് തന്നെ പിസ്സയാണ് മെയിനായിട്ട് അവിടെ ഉണ്ടാക്കുന്നത്. ഡൈനിങ്ങും ഉണ്ട്, അതോടൊപ്പം തന്നെ എന്താ പറയുക, പാഴ്സലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പാഴ്സലാണ് വാങ്ങിച്ചിട്ട് പോവുക. മിക്കതും ശനി ഞായറാഴ്ചയൊക്കെ ഭയങ്കരമായിട്ട് സെയിലുള്ളത്, മെയിനായിട്ട് നൈറ്റ് സെയിലുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. കെയിൻ ബേബി ഇവിടുത്തെ കർട്ടൻ പിടിച്ച് വലിക്കുന്നതാണ്. കെയിൻ ബേബി പുറക്കത്തുനിന്ന് എനിറ്റുള്ളൂ, അതുകൊണ്ട് കെയിൻ ബേബിക്ക് ഒക്കെ വന്നിട്ടുണ്ട്, കോറ്റുവായി വന്നിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അല്ല കഴിഞ്ഞ ബി. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റ് എത്തിയിട്ട് കാണാം. ഓക്കേ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പുറത്ത് കുറേ ആൾക്കാരുണ്ട്, ഉള്ളിലും ആൾക്കാർ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഹസ്ബൻഡ് ഉള്ളിൽ പോയിട്ട് ടേബിൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആൾ ഉള്ളിൽ പോയി. അതുകൊണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് വരാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആദത്തിന് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം ടേബിളുണ്ട്, അങ്ങനെ ആദം പറയുന്നത്. ഒരു സ്ഥലം താടാ. അവിടെ വെച്ചു ലാസ്റ്റ് ആദത്തിൻ്റെ ക്ഷമ നശിച്ചു. അവസാനം ഈ പിസ്സ എത്തി. എൻ്റെ പിസ്സ, ഹസ്ബൻഡിൻ്റെ പിസ്സ, അതുപോലെ ആദത്തിൻ്റെ പിസ്സയിൽ നിറച്ചു ഫ്രൈസ് ഉണ്ട്. പത്താത്തെന്നാ പറയാം ഇവിടെ പൊട്ടറ്റോന്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാടിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ പിസ്സ. ശരിക്കും ഓതൻറ്റിക് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. 1950 ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പിസ്സയുടെ ഈ ഷോപ്പ് തുടങ്ങുന്നത് 1950. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതുവരെ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കുള്ളത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇപ്പോഴും അവിടെ പോകുന്നത്, അതേപോലെ ആ ഷോപ്പ് മുമ്പോട്ട് പോകുന്നത്. ഈ നൈറ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, മിഡ് നൈറ്റിലാണ് കുറച്ചും കൂടി ആൾക്കാർ ഒന്നും കൂടി വരുന്നത്. വൈകുന്നേരം മാത്രം പിസ്സേരീസ് ഓപ്പൺ ചെയ്യുള്ളൂ, പക്ഷേ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാരുകൾ വരുന്ന സ്ഥലമാണ്. അടിപൊളിയായിരുന്നു പിസ്സ. 3 പിസ്സ ഓർഡർ ചെയ്തു, അടിപൊളിയായിരുന്നു. പിസ്സ എപ്പോഴും ചൂടോടെ തന്നെ കഴിക്കണം. നമ്മൾ ചൂടാക്കി കഴിക്കുന്നതിലും ഏറ്റവും അടിപൊളിയാണ് നമ്മൾ പിസ്സേരിയയിൽ പോയിട്ട് അവിടെ പോയിട്ട് വാങ്ങിച്ച് അവിടെ വെച്ച് കഴിക്കുന്നത്. അതല്ലാതെ വേറെ പൊള്ള ഓർഡർ ചെയ്തിട്ടുണ്ട്, ചിക്കൻ. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ നെയിംസ് സൈഡിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. ആദം സോ ഹാപ്പിയാണ്. അതിന് ആ പത്താത്ത മൊത്തം വാരി ഓരോന്നോരോന്ന് പറക്കി കഴിച്ചപ്പോഴേക്കും ആളുടെ വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരേ പിസ്സ ടേസ്റ്റി ആയിട്ട് ആൾ വാങ്ങിച്ചെന്ന് മാത്രം. പിന്നെ ആൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. ആൾക്ക് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാണ്. വേഗം പോകണം, വേഗം വരണം, ഒന്നിനും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഫാസ്റ്റ് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്പീഡായിട്ട് നടക്കണം. അതെല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെ. ട്രെയിൻ വരുന്നതായാലും ബസ് വരുന്നതായാലും തിരിച്ച് വീട്ടിൽ പോകുന്ന കാര്യത്തിലായാലും എന്താണ് വൈകണേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താ വരാത്ത, എന്താ നേരം വൈകണേ, ഇതന്നെ. അതുപോലെ ഫുഡ് ആളുടെ കഴിച്ച് കഴിയുമ്പോൾ അപ്പം ആൾക്ക് വീട്ടിൽ പോകണം. അതങ്ങനെയാണ്. ഇപ്പോൾ വീണ്ടും ഫ്രൈസ് വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും പേഴ്സണലി ഈ ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. പത്താത്ത അതിലൊന്നും ഇട്ടില്ലെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വാവയുള്ളത് കൊണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെയും കൂടി ഒന്ന് കട്ട് ചെയ്ത് തരാൻ. അവൾ ഓൾറെഡി കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഫുള്ളായിട്ട് കട്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പിസ്സ 4 പോർഷനായിട്ടാണ് മുറിക്കുക. അപ്പോൾ ആളെനിക്ക് മുറിച്ച് തരുന്നതാണ് കാണുന്നത്. ഈ മുകളിൽ ഇട്ടിരിക്കുന്നത് റിക്കോത്തയാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ
യോഗട്ടൊക്കെ പോലെ ഇരിക്കും, പക്ഷേ യോഗട്ടല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് അതെ. അപ്പോൾ വാവ അപ്പയ്ക്കും ഉറക്കം ഇൻറ്റു കെയിൻ. വാവയ്ക്ക് മുകളിൽ റിക്കോത്ത കൊടുത്തതാണ് ഇച്ചിരി, അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വാവയ്ക്ക് ടേസ്റ്റ്, ഞങ്ങളെല്ലാവരും കഴിക്കുകയല്ലേ, അപ്പോൾ അതിന് വായിൽ വെച്ച് ഇച്ചിരി കൊടുത്തു. അതിൻ്റെ എക്സ്പ്രഷനാണ് കാണുന്ന മുഖത്ത്. എനിക്ക് പത്താത്ത കിട്ടിയ എക്സ്പ്രഷനും ഭയങ്കര ഇഷ്ടമാണ്. പത്താത്ത കഴിക്കാനായിട്ട് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, സോസ് മുക്കി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ സോസ് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടില്ല, അപ്പോൾ ഞാൻ എന്താ സോസ് വരാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹസ്ബൻഡിനോട്. സോസും മയണൈസും കൂടി കഴിക്കുന്ന നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ ചോദിച്ചിട്ടും അവരത് കൊണ്ടുവന്നില്ല, അവർ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ സോസ് വന്നില്ല. അപ്പം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്താ സോസ് വരാത്തതെന്നുള്ളത്. അപ്പെങ്കിൽ പത്താത്തേക്ക് ഒരുവിധം തീരാറായി. ആദ്യത്തിനപ്പെങ്കിലും പോകണം, നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തിന് വേഗം പോകണം. ആദ്യത്തിന് ഒരുവിധം കഴിച്ചു കഴിഞ്ഞു. പത്താത്ത കഴിച്ചപ്പോഴേക്കും ആളുടെ വയറ് നിറഞ്ഞു. കെയിൻ അവിടെയുള്ള ആൾക്കാരെ മൊത്തം നോക്കുന്നുണ്ട്. പരിചയമില്ലാത്ത, കണ്ണ് തുറന്ന വശം തന്നെ പരിചയമില്ലാത്ത സ്ഥലം, നിറച്ച ആൾക്കാർ, ക്രൗഡായിട്ടുള്ള സ്ഥലം, മുകളിൽ ലൈറ്റ്, ചുറ്റും ലൈറ്റ്. ഇത്രയും ലൈറ്റ് നമ്മൾ വീടുകളിലിടില്ലല്ലോ. ഫാൻസി ലൈറ്റുകളും ആൾക്കാരുടെ സൗണ്ടും, പിന്നെ ഒരുപാട് ഫാമിലീസ്, കുറേ ഫെസ്റ്റുകളുണ്ടായിരുന്നു, ഒരുപാട് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. രണ്ട് അപ്പാപ്പന്മാരുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു. അപ്പോൾ കിടാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പകച്ചു നോക്കുവാണ്. ഞങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് കെയിൻ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പിസ്സ കഴിക്കുന്നത്, ആദ്യമായിട്ടാണ്. ബാക്കി ഒരു ഇതിന് പിസ്സകൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പിസ്സ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്, ആദ്യമായിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പോൾ കെയിൻ ഇച്ചിരി റിക്കോത്ത പറയുവാണ്, ഇടയ്ക്ക് ഒരു പൊട്ട് രീതിയിൽ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഉള്ളൂ, എല്ലാവർക്കും വയറ് നിറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേശ്ശെ ഓർഡർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഓരോ പിസ്സയാണ് ഓർഡർ ചെയ്തു. അപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. നമുക്ക് എല്ലാ പീസും ഒരു ഫുൾ പിസ്സ എന്നെക്കൊണ്ട് ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എപ്പോഴും ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു 3 പോർഷൻ, ഒരു പോർഷൻ എപ്പോഴും ബാക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും മതിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് പാഴ്സലാക്കാമെന്ന് പറഞ്ഞിട്ട് അല്ലാന്നും പാഴ്സലാക്കാമെന്ന്. എല്ലാ പിസ്സയിൽ നിന്നും 2 പീസ് വെച്ചുണ്ട്. അപ്പോൾ അതങ്ങനെ പാഴ്സലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ ഇവിടെ അവസാനിച്ചു. അടിപൊളി പിസ്സ ഡിന്നറായിരുന്നു. എല്ലാവർക്കും മതിയായി. ഇത് പാക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഞങ്ങളുടെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ പോവാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ ഒരുപാട് നേരം ടേബിൾ ബുക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് നേരം അവരിയ്ക്കും. ഞങ്ങളുടെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനത്തെ പിസ്സ ഡിന്നർ അവസാനിച്ചു. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.